ഇനി ഈശാവാസ്യ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഒരു ഭാഷകൻ ഏറെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുത്രേ പ്രഭാഷണ വേളയിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം വിശ്രമിക്കാൻ പോയ വീട്ടിൽ അന്ന് അവിടെ അദ്ദേഹം താമസിക്കും, പിറ്റേ ദിവസമേ പോവുള്ളൂ. ആതിഥേയൻ വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം അങ്ങേക്ക് തിരക്കില്ലല്ലോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വിശദാംശങ്ങളിലേക്ക് കടക്കാം, സമയക്കുറവുള്ളതുകൊണ്ട് വിശദാംശത്തിലേക്ക് കടക്കേണ്ടായില്ല, വേദിയിൽ ഇനി ആവാമെന്ന് പറഞ്ഞു എന്നാണ്. പൊതുവെ അങ്ങനെ ധാരാളം പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് ഒരു മഹാസാഗരമാണ്. അതിനെക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയപരിധിയിൽ നിന്നുകൊണ്ട് എന്തു പറയാൻ? അങ്ങനെ ഒരു പ്രകാരത്തെ അനുസരിക്കുന്നില്ല. നമുക്ക് ഇത് വളരെ ലളിതമാണെന്നും മനോഹരം ആണെന്നും മനസ്സിനെ ഹരിക്കാൻ പര്യാപ്തമാണെന്നും അനുഭൂതിയുടെ ആകാശങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി ഉയർത്താൻ ഇത് വളരെ സമർത്ഥമാണെന്നും 1 മണിക്കൂർ കൊണ്ട് ശ്രവിച്ചാലും 7 മണിക്കൂർ കൊണ്ട് ശ്രവിച്ചാലും ഇത് ഉപകാരം തന്നെ ചെയ്യുമെന്നും ആമുഖമായി പരിഗണിച്ചുകൊണ്ട് പ്രവേശിക്കാം. പഴയ ഒരു കഥ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ആമയുടെയും മുയലിൻ്റെയും കഥ. പക്ഷെ അത് കുറച്ച് പഴയ കഥയാണ്. നിങ്ങൾ കേട്ട കഥ ഏതാണ്? ആമയും മുയലും പന്തയം വെച്ചു. അതിന് ശേഷം ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. ആ കഥ കൂടി കേൾക്കാം. നിങ്ങൾക്ക് അറിയണ കഥ തന്നെയാണ്. ആമയും മുയലും അതിനുശേഷം സുഹൃത്തുക്കളായി. ഒരു ദിവസം ആമയും മുയലും പുഴയുടെ തീരത്ത് കാഴ്ച കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. വിരോധമില്ലല്ലോ. ആ സമയത്ത് പുഴയിലൂടെ ഒരു വാഴത്തൈ, ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണല്ലോ, വാഴക്കന്ന് എന്നൊക്കെ പറയും, ഒഴുകി വരുന്നത് കണ്ടു. സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഇത് കണ്ട സമയത്ത് മുയൽ ആമയോട് പറഞ്ഞു, അതെങ്ങനെയെങ്കിലും നമുക്ക് തരപ്പെടുത്താമെങ്കിൽ നമുക്ക് വാഴക്കൃഷി നടത്താൻ സാധിക്കും. സന്തോഷമായി ആമ എടുത്തു ചാടി ഏതോ പ്രകാരത്തിൽ ഒഴുകിപ്പോകുന്ന വാഴത്തൈ അത് കരയ്ക്കടുപ്പിച്ചു. മുയലത് പിടിച്ച് കയറ്റി. അതിനുശേഷം മുയൽ പറഞ്ഞു, നമുക്കിത് വിഭജിക്കാം, വിഭജിച്ച് 2 പേർക്കും കൃഷിയാവാം എന്ന്. അങ്ങനെ വിഭജിക്കുന്ന ജോലി മുയൽ ഏറ്റെടുത്തു. ഒരു മൂർച്ചയേറിയ പാറ കഷ്ണം സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ വളരെ ഹരിതാഭമായ ആ ഭാഗം കൂടുതൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ കടഭാഗത്തെ അങ്ങനെയാണ് വിഭജിക്കുന്നത് 2ആയിട്ട്. ഒരു ഭാഗത്ത് കൂടുതൽ. ഇപ്പം ആമ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഇത് അനീതിയാണ്, തുല്യമായിട്ട് ഭാഗിക്കണ്ടേ? മുയൽ പറഞ്ഞ മറുപടി, നീ കഷ്ടപ്പെട്ട് ഇത് കരയ്ക്കടുപ്പിച്ചതല്ലേ, അതുകൊണ്ട് നിനക്ക് കൂടുതൽ ഭാഗം ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് ഭാഗം മതി. ആമ കുറച്ചൊക്കെ പറഞ്ഞു നോക്കി, അങ്ങനെയൊന്നും വേണ്ട, തുല്യനീതി അതല്ലേ നല്ലത് എന്നൊക്കെ വാദിച്ചു. പക്ഷെ മുയൽ സമ്മതിച്ചില്ല. അങ്ങനെ 2ആയി വിഭജിച്ചു. മുയൽ ഇതിൻ്റെ കടഭാഗം കൊണ്ടുപോയി, ആമ അതിൻ്റെ മുകൾ ഭാഗം കൊണ്ടുപോയി. എന്ത് സംഭവിച്ചു? കടഭാഗം വളർന്ന് കൊലച്ചു. മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് സംഗ്രഹിക്കാൻ പാടില്ല. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ
എന്ന് പറയാറുണ്ട്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, ടെൽ എ സ്റ്റോറി, നെവർ ടീച്ച് എന്ന്. ഇത് സ്വാമിക്ക് അനുഭവപ്പെട്ട ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയട്ടെ. ഒരിടത്ത് ഈ കഥ പറഞ്ഞു. അതിനുശേഷം കുട്ടികളെ സംഘമായിട്ട് തിരിച്ച് അവരോട് ഈ കഥയെക്കുറിച്ച് ആലോചിച്ച് വരാൻ പറഞ്ഞു. വിവിധ പ്രകാരത്തിൽ ഈ കഥ പുനരാവിഷ്കരിക്കാൻ നിർദ്ദേശിച്ചു. അതിഗംഭീരമായിരുന്നു കുട്ടികളുടെ ഉത്സാഹം, അവരുടെ ആവിഷ്കാരങ്ങൾ. ഒരു കൂട്ടർ ഇതൊരു പത്രവാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, വേറൊരു കൂട്ടർ കഥയിൽ കുറേ പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് വിസ്തരിക്കുന്നു. ഇങ്ങനെ ഇതിൽ വളരെ രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് നിരീക്ഷിച്ചത് ആമ ഗംഭീരമായ ഒരു വാഴത്തോട്ടം തന്നെ സജ്ജമാക്കി എന്നാണ്. കാരണം ആമ താമസിച്ചിരുന്നത് ഒരു കാർഷിക കോളേജിൻ്റെ അടുത്തായിരുന്നു എന്നും ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചുള്ള ബോധ്യം ഈ ആമയ്ക്ക് ഉണ്ടായിരുന്നു എന്നും. സ്വാമി ആലോചിക്കാറുണ്ട്, ഇങ്ങനെ കണ്ടെത്താനുള്ള കുട്ടികളുടെ കഴിവിൻ്റെ കടക്കലല്ലേ നാം മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന കത്തി പ്രയോഗിക്കുന്നത്? അതെന്തൊരു വൈപരീത്യമാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ നമുക്ക് മേലിൽ ശ്രദ്ധിക്കാം. ലളിതമായി ഈ കഥയെ സംബന്ധിക്കുന്ന നിരീക്ഷണം ഇവിടെ സൂചിതമായതുപോലെ മുയലിന് തീർച്ചയായിട്ടും വാഴക്കൃഷി സാധിക്കും. ആമയുടെ ആ ഒരു ഹരിതാഭമായ പ്രകടനമൊക്കെ അതൊരു 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഉണങ്ങി പോകും. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, വേരാണ് പ്രധാനം. ജയകുമാർ സാറ് സൂചിപ്പിക്കേണ്ട ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒരു പ്രസക്തി, എല്ലാ ഉപനിഷത്തുക്കളുടെയും ഒരു ബേസാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ഈ ഉപനിഷത്ത് ആരംഭിക്കുന്നത് വേരിനെ കുറിച്ചുള്ള പ്രഖ്യാപനത്തോടെയാണ്. ഈ പ്രപഞ്ച വൃക്ഷ സാകല്യത്തിന് മുഴുവൻ ആധാരമായി, കാരണമായി, എന്നാൽ സർവാതീതമായി പരിലസിക്കുന്ന തത്വമാകുന്നു ഈശം. ആചാര്യ ഭഗവത്പാദർ ഈശം എന്ന പദത്തെ പുരസ്കരിച്ച് ഈട്ട് എന്ന ധാതുവിൽ നിന്നാണ് ഈ പദം ഉണ്ടായിട്ടുള്ളത് എന്നും ഭരിക്കുക എന്ന ധാത്വർത്ഥം അനുസരിച്ച്, അങ്ങനെ നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഈശ്വരനാൽ വാസ്യം എന്ന പദത്തിന് ആചാര്യസ്വാമികൾ കുറച്ച് സങ്കീർണമായ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതിൻ്റെ സങ്കീർണ തലങ്ങളിലേക്ക് കൂടുതൽ സമയമുള്ളപ്പോൾ പ്രവേശിക്കുന്നതാണ് നല്ലത്. അതിലേക്കിപ്പോൾ അതുകൊണ്ട് പ്രവേശിക്കുന്നില്ല. വാസ്യം ആച്ഛാദനീയം, ഇറ്റ് ഷുഡ് ബി കവേർഡ് എന്ന അർത്ഥത്തിലാണ് ആചാര്യ ഭഗവത്പാദർ വ്യാഖ്യാനിക്കുന്നത്. അതിരിക്കട്ടെ, അതിന് അതിൻ്റെതായിട്ടുള്ള കാരണവുമുണ്ട്. അത് ആചാര്യസ്വാമികൾ വ്യക്തമാക്കുന്നു. ഈശാവാസ്യം ഇതം സർവം, ലളിതമായി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വരുന്ന ഒരു ബോധ്യമില്ലേ, അതിതാണ് ഈശ്വരൻ ജഗത്തിൽ എല്ലാം വ്യാപിച്ചിരിക്കുന്നു. നാരായണ ഗുരുദേവൻ മലയാളത്തിൽ അങ്ങനെയാണ് സുന്ദരമായിട്ട് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഈശ്വരൻ ജഗത്തിൽ എല്ലാം വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നർമ്മം എന്ന് ഉദ്ഘാടകൻ വളരെ ഉചിതമായി സൂചിപ്പിച്ചിരിക്കുന്നു. ആരുടെയും ധനം കൊതിക്കായിക. ആചാര്യസ്വാമികൾ 2 ചോദ്യം ചോദിക്കുന്നു. ഒന്ന്, 2 പ്രസ്താവനകൾ ഇതിനെ സംബന്ധിച്ച് നടത്തുന്നു. ഒന്ന്, ഈ ധനമൊക്കെ ആരുടേതാണ്? കസ്യ സിദ്ധനം? പറഞ്ഞു വെച്ചൂലോ ഈശാവാസ്യമിതം സർവം എന്ന്, പിന്നെ നിങ്ങൾക്കതിലെന്ത് അധികാരം? 2, ആരുടെയും ധനം അതുകൊണ്ട് കൊതിക്കാതിരിക്കൂ. ബ്രഹ്മസ്വം അപഹരിച്ചാൽ വളരെ അപകടം ആണ് എന്നാണ്. തേന തെക്തേന ഭുഞ്ചീതാഹ,
ഈശാവാസ്യമിതം സർവം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് ആസൂത്രണം ചെയ്യേണ്ടുന്ന ജീവിതത്തെ പ്രതിപാദിക്കുന്നു. തേന തെക്തേന ഭുഞ്ചീത. വീണ്ടും ആചാര്യസ്വാമികളെ ഉദ്ധരിക്കട്ടെ. ആചാര്യസ്വാമികൾ ഇവിടെ ഭുഞ്ചീത എന്ന പദത്തിന് ഗംഭീരമായ ഒരർത്ഥം നൽകിയിരിക്കുന്നു, ധ്യാനാത്മകമായ ഒരർത്ഥം നൽകിയിരിക്കുന്നു. അത് പാലയേധ എന്നാകുന്നു. പാലിച്ചാലും സ്വാഭാവികമായിട്ടും എന്തിനെ പാലിക്കണം എന്ന് ചോദ്യം. ഉത്തരം ആത്മാനം പാലയേധ. ആത്മാവിനെ പാലിച്ചാലും. ആത്മാവിനെ എങ്ങനെയാണ് പാലിക്കേണ്ടത്? വിവേക ചൂടാമണിയിൽ ആചാര്യ ഭഗവത്പാദരുടെ ഒരു പ്രയോഗമുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം മഗ്നം സംസാരവാരിധൗ. സംസാരവാരിധിയിൽ ആമഗ്നമായി പോയ ആത്മാവിനെ ഉദ്ധരിച്ചാലും. ഈ നിലയിൽ ആചാര്യസ്വാമികൾ നമ്മളോട് വളരെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് പറയുന്നു, എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? ജയകുമാർ സാർ അതിങ്ങനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. അതായത് നമ്മളെക്കുറിച്ച് നേടുന്ന ഒരു തിരിച്ചറിവിൻ്റെ സ്വാതന്ത്ര്യം, നിർവൃതി, സന്തോഷം, അതൊരു പ്രാർത്ഥനാന്വിത ജീവിതമാകുന്നതിൻ്റെ സന്ദേശം, അതൊക്കെ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ പങ്കുവെക്കുകയുണ്ടായി. നാം നമ്മോട് ചോദിക്കണം ഇടയ്ക്കിടയ്ക്ക്, എന്തിനാ ഞാനിങ്ങനെ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? എന്തിനു ഞാൻ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം? അതിനെ ഉദ്ധരിക്കൂ. അപ്പം കഷ്ടപ്പാടിനെ സംബന്ധിച്ച് ഒരു അനാലിസിസ്, ഒരു വിശകലനം ആവശ്യമുണ്ട്. എന്ത് കഷ്ടപ്പാടാണ് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ റൂട്ട് കോസ് എന്താണ്? ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾക്കും 2-ാം അധ്യായത്തിലെ 10 വരെയുള്ള ശ്ലോകങ്ങൾക്കും ആചാര്യ ഭഗവത്പാദർ വ്യാഖ്യാനം എഴുതിയിട്ടില്ല. ഭഗവത്പാദർ ആരംഭിക്കുന്നത് 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം തൊട്ടാണ് വ്യാഖ്യാനം. അതിന് ന്യായം എന്താന്ന് വെച്ചാൽ 1-ാം അധ്യായത്തിലെ മുഴുവൻ ശ്ലോകങ്ങളിലും അതുപോലെ 2-ാം അധ്യായത്തിലെ 10 വരെയുള്ള ശ്ലോകങ്ങളിലും അർജുനൻ്റെ മാത്രമല്ല സകല മാനവരാശിയുടെയും സകല പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള സൂചന നൽകിയിരിക്കുന്നു. അത് എന്തിന് വേറെ വിസ്തരിക്കണം? എന്താ പ്രശ്നം? പറയുന്നു, അഹം ഏഷാം മമ ഏതേ. അഹം ഏഷാം, ഞാൻ ഇവരുടേത്, മമ ഏതേ, എൻ്റേതാണ് ഇവരൊക്കെ. ഈ നിലയിലുള്ള മമത്വ ബുദ്ധി കൊണ്ട് അർജുനൻ സംസാര സാഗരത്തിൽ പെട്ടുപോയിരിക്കുന്നു. ഇത് ആത്മാവിനെ സംബന്ധിക്കുന്ന യഥാതഥമായ ആസിറ്റീസ് അറിവ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ശോകമോഹസാഗരത്തിൽ, സംസാര സാഗരത്തെ ആചാര്യ ഭഗവത്പാദർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്: ശോകമോഹസാഗരം. മോഹം ഡെലൂഷൻ, ശോകം ദുഃഖം, ഡെലൂഷൻ കാര്യങ്ങൾ വ്യക്തമായി കാണാതിരിക്കൽ. ഒട്ടും കാണാതിരുന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ശിയൊക്കെ കാണുന്നുണ്ട്, എന്നാൽ അതൊട്ട് മുഴുവനായിട്ടുമില്ല. അതിൻ്റെ ഒരു അപകട. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചത്, ഞാനെന്ന ഭാവം തോന്നരുത്. അഥവാ തോന്നിയ കൂടുച്ചാൽ അഖിലം ഞാനിതെന്ന വഴി ഈശാവാസ്യമിതം സർവം, അത്തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷന് ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പം ശങ്കരാചാര്യർ ഈ അർജുനൻ്റെ പ്രശ്നത്തെ ഇങ്ങനെ അങ്ങോട്ട് അനലൈസ് ചെയ്തിട്ട് പറയുകയാണ്, ഈ രോഗം ഇത് ഒരാളെ ബാധിച്ച രോഗമല്ല, സകല മാനവരാശിയെയും ബാധിച്ച ഈ രോഗത്തിന് ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ ഔഷധേ കാണാനുള്ളൂ. അതെന്താണ്? ആത്മജ്ഞാനം വിന. ആത്മജ്ഞാനമല്ലാതൊരു ഔഷധം ഇതിനില്ല തന്നെ. അതുകൊണ്ട് ഭഗവാൻ ആത്മജ്ഞാനോപദേശത്തെ ചെയ്തതാണ്. ശ്രീരാമഗീത എന്ന പൗരാണിക ഗ്രന്ഥത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ട് വാൽമീകി രാമായണത്തിൻ്റെ തർജ്ജമയല്ല. ഭഗവാൻ വേദവ്യാസരാൽ വിരചിതമായ അധ്യാത്മരാമായണം
എന്ന കൃതിയുടെ സ്വതന്ത്ര പരിഭാഷയാണ്. പക്ഷേ എഴുത്തച്ഛൻ ശ്രീരാമഗീത തർജ്ജമ ചെയ്തിട്ടില്ല. ശ്രീരാമഗീത എന്ന ഒരു ഭാഗം കൂടി അധ്യാത്മരാമായണത്തിലുണ്ട്, വേദവ്യാസ വിരചിത അധ്യാത്മരാമായണത്തിലുണ്ട്. അവിടെ ലക്ഷ്മണൻ സങ്കടം അവതരിപ്പിക്കുന്നു. ഗുരുസ്ഥാനീയനായിട്ട് ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണൻ്റെ പ്രശ്നത്തെ അപഗ്രഥിച്ചുകൊണ്ട് പറയുന്നു, അജ്ഞാനമേവാസ്യ ഹി മൂലകാരണം തദ്ധാനമേവാത്ര വിധൗ വിധീയത്തെ വിദ്യൈവ തന്നാശവിധൗ പഠീയസി ന കർമ്മ തജ്ജം സവിരോധമീരിതം. അജ്ഞാനമേവ, ഹേ ലക്ഷ്മണ, സകലമാന സംസാര സങ്കടങ്ങളുടെയും മൂലകാരണമായി പരിലസിക്കുന്നത് ആ ആത്മാവിനെ സംബന്ധിക്കുന്നതായ അജ്ഞാനമൊന്നു മാത്രമാകുന്നു. അജ്ഞാനമേവാസ്യ ഹി മൂലകാരണം തദ്ധാനം, അതിൻ്റെ ഹാനം അതെങ്ങനെ സാധിക്കുമെന്നാണെങ്കിൽ വിദ്യൈവ, അറിവിന് മാത്രമേ അറിവില്ലായ്മയെ നീക്കാൻ സാമർഥ്യമുള്ളൂ. വിദ്യൈവ തന്നാശവിധോ, അജ്ഞാനത്തെ നീക്കുന്നതിനുള്ള സാമർഥ്യം വിദ്യയ്ക്ക് മാത്രമേയുള്ളൂ. ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ അതുമാത്രമാണ് ഉപദേശിച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ട് മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് സകല പ്രശ്നങ്ങളുടെയും പരിഹാരമായി വിദ്യൈവ തന്നാശവിധോ പഠീയസി, സാമർഥ്യമുള്ളതായിട്ട് വിദ്യ മാത്രമേ സാമർഥ്യമുള്ളവളായിട്ടുള്ളൂ. വിദ്യൈവ തന്നാശവിധോ പഠീയസി, ഈ ഒരു വിദ്യയാണ് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉപദേശിച്ചിട്ടുള്ളത്. അല്ലാതെ എത്ര കർമ്മം ചെയ്താലും മുക്തി ഉണ്ടാവില്ല. കാരണം കർമ്മം അജ്ഞാനജന്യമാണ്. അവിടെ ഉദ്ദേശിക്കുന്ന കർമ്മം ഏതാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ശാസ്ത്ര രഹസ്യം ഇരിക്കുന്നത്. കാരണം ശരിയായ ശാസ്ത്രബോധം നേടിയിട്ടില്ലാത്തവർ നൈഷ്കർമ്മ്യം എന്ന് കേട്ടാൽ, കർമ്മം ജ്ഞാനവിരോധിയാണെന്ന് കേട്ടാൽ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയും. അത് ഒരാളെ നിഷ്ക്രിയത്വത്തിലേക്കേ നയിക്കുള്ളൂ, നൈഷ്കർമ്മ്യത്തിലേക്ക് നയിക്കില്ല. നൈഷ്കർമ്മ്യം എന്താണ്? ചടുലമായ കർമ്മരംഗത്തും സഹജമായ കർമ്മരാഹിത്യത്തിൻ്റെ അനുഭൂതിയാണ് നൈഷ്കർമ്മ്യം. കർമ്മണ്യകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ. ഇവിടെ വലിയൊരു പാരഡോക്സ് ഉണ്ട് എന്ന് പറയുക. കർമ്മമധ്യത്തിൽ അകർമ്മം, അകർമ്മ മധ്യത്തിൽ കർമ്മം. ഇതെങ്ങനെ മനസ്സിലാക്കും ചോദിക്കുക. അവിടെയാണ് നൈഷ്കർമ്മ്യ ബോധ്യം. അല്ലാതെ ഒന്നും ചെയ്യാതിരിക്കാൻ ഒരു കാലത്തും ആരും തീരുമാനിച്ച് കളയരുത്. ഏതൊരു കർമ്മമാണ് അറിവില്ലായ്മയ്ക്ക് വിരോധമല്ലാത്തതായിരിക്കുന്നത്, അറിവില്ലായ്മയുടെ സഹകാരിയായിരിക്കുന്നത്, സഹചാരിയായിരിക്കുന്നത്, അറിവില്ലായ്മയിൽ നിന്ന് സംഭവിച്ച കർമ്മം ഏതാണ്? അത് ഭോക്തൃത്വ ബുദ്ധിയോടെ എൻജോയർഷിപ്പ്, കർത്തൃത്വ ബുദ്ധിയോടെ ഡുവർഷിപ്പ്, ഇതിനോടുകൂടി ചേർന്ന അഹംതായുക്ത കർമ്മമാണ് ആത്മ അജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതിൻ്റെ സങ്കടങ്ങളെ പെരുക്കുന്നത്. മറിച്ച് കർമ്മങ്ങളൊക്കെ വ്യാപകമായി നടക്കുമ്പോഴും, ഈ ഫാനൊക്കെ കറങ്ങുമ്പോഴും ഞാൻ കറങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നൈഷ്കർമ്മ്യ ദർശനമായി. ഇങ്ങനെ കറക്കത്തിലെ കറക്കമില്ലായ്മ, അതിനെ കാണുന്ന ആളാണ് ഞാൻ എന്ന തിരിച്ചറിവ്, ഇത് സ്വന്തം ശരീരേന്ദ്രിയ മനോബുദ്ധി ചേഷ്ടകളിലും തിരിച്ചറിയാൻ സാധിച്ചാൽ അവിടെ നാം ശരീരാദികളോടുള്ള താതാത്മ്യത്തെ ജയിച്ച് ആത്മതാതാത്മ്യത്തിൽ ഉറച്ചു. ഇങ്ങനെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായി സച്ചിദാനന്ദ സ്വരൂപിയാണ് ഞാൻ. അതറിയാതെ മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് അറിയാതെ, മനോബുദ്ധികളോ ഇന്ദ്രിയങ്ങളോ പഞ്ചഭൂതങ്ങളോ ഒന്നുമല്ല ഞാൻ എന്നറിയാതെ ഇതൊക്കെയാണെന്ന് ഞാനെന്ന് ധരിക്കുന്നിടത്ത്, താതാത്മ്യം പുലർത്തുന്നിടത്ത്
സകല സങ്കടങ്ങളും ഗ്യാരണ്ടീഡ്. അജ്ഞാനസ്യ ഗ്യാരണ്ടി ഹേ, അജ്ഞാനത്തിൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറയും. സകല സങ്കടങ്ങളും ശിവോഹം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അറിയുക എന്നുള്ളതാണ് ജന്മലക്ഷ്യം. അതിന് ഈ ലോകത്തെ ഒരു തരത്തിലും നിരാകരിക്കേണ്ട കാര്യമില്ല. വൈരാഗ്യം എന്നൊക്കെ പറയുന്നതിൽ സർവസമാശ്ലേഷിത്വത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ് ഈസ് എൻ ഓൾ ഇൻക്ലൂസീവ് അപ്രോച്ചാണ്. സർവസമാശ്ലേഷിത്വത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് വൈരാഗ്യം, അല്ലാതെ വിരോധമേ അല്ല. അഖിലം ഞാൻ എന്ന് കരുതുന്നതാണ് വൈരാഗിയുടെ ലക്ഷണം. അതിനുള്ള വിവേകമുണ്ടായി. എല്ലാം ഒന്നാണെന്ന അറിവിൽ നിന്നുണ്ടായ താതാത്മ്യം, സകല പ്രപഞ്ചത്തോടുമുള്ള താതാത്മ്യമാണ് വൈരാഗ്യം, വിവേക അധിഷ്ഠിത വൈരാഗ്യം. മറിച്ച് ശരീരാദികളാണെന്ന് ധരിക്കുമ്പോൾ സങ്കുചിത ചിന്തയായി സംഭുജബോധാനന്ദ സ്വാമിജി പറയും, ദുഷ്ടൂഖം, ദുഃഖം, പരിമിതമായ സ്പേസ്, ആകാശം, ഇതാണ് അപകടം. ആ ദുഃഖത്തെ അതിക്രമിക്കാൻ സർവസമാശ്ലേഷിയായ ദർശനം, വൈരാഗ്യം, വിവേകാധിഷ്ഠിത വൈരാഗ്യം. അപ്പം അവിടെ കർമ്മം എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതാത് തലങ്ങളിൽ നടക്കുന്നു. ഗുണാഹ ഗുണേഷു വർത്തന്തേ. ഐ ആം നോട്ട് ഇൻവോൾവ്, ഐ ആം നോട്ട് എഫക്റ്റഡ്. ഞാൻ ഇതിലൊന്നിലും ഭാഗഭാക്കാവുന്നുമില്ല, ഇതിനാൽ സ്വാധീനിക്കപ്പെടുന്നുമില്ല. ഈ സ്വാതന്ത്ര്യമാണ് ഉപനിഷത്തുകൾ വാഗ്ദാനം ചെയ്യുന്നത്. ശുക്ല യജുർവേദ അന്തർഹിതമായ ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. യജുർവേദം രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുന്നു. അതിനൊരു പശ്ചാത്തല കഥയൊക്കെ ഉണ്ട്. വളരെ രസകരമായ കഥയാണ്. അന്യത്ര മനസ്സിലാക്കാൻ ഉദ്യമിച്ചോളൂ. ഒരു ഗെറ്റ് ഔട്ട് അടിയുടെ കഥയുണ്ട് എന്നാണ്. ഗുരു ഗെറ്റ് ഔട്ട് അടിച്ചു. പക്ഷെ അത് എത്ര ഭാവാത്മകമായ ഒരു ഗെറ്റ് ഔട്ട് അടിയാണ്. അതോടുകൂടി ശിഷ്യൻ ഇറങ്ങിപ്പോയി തൻ്റേതായ ഒരു ശാഖ തന്നെ ഗുരു ആഗ്രഹിച്ച വിധം സ്ഥാപിച്ചു. അങ്ങനെയാണ് യാജ്ഞവൽക്യൻ്റെ ശുക്ല യജുർവേദം. ശുക്ല യജുർവേദം എങ്ങനെ അറിയാം ഏത് വേദ അന്തർഹിതമാണ് എന്ന്? ശാന്തി മന്ത്രം നോക്കിയാൽ അറിയാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഗംഭീരമായ ഒരു ശാന്തി മന്ത്രം. അപ്പോൾ ഈ ശാന്തി മന്ത്രം നോക്കിക്കഴിഞ്ഞാൽ ഏത് വേദം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം ഓം പൂർണ്ണമത എന്നതായതുകൊണ്ട് അത് ശുക്ല യജുർവേദ അന്തർഹിതമാണ് എന്ന് മനസ്സിലാക്കാം. 10 മേജർ ഉപനിഷത്തുക്കൾ, 10 പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾ. മിക്കവാറും ആചാര്യശ്രേഷ്ഠന്മാരൊക്കെ വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത് 10 ഉപനിഷത്തുക്കൾക്കാണ്. ദശോപനിഷത്തുക്കൾ, 1000-ലേറെ ഉപനിഷത്തുക്കൾ ഉണ്ട്. അതിൽ 108 ഉപനിഷത്ത് പ്രസിദ്ധം. അതിലും പ്രധാനം 10 ഉപനിഷത്തുക്കളാണ്. 10 ഉപനിഷത്താണ്. ആ 10 ഉപനിഷത്തിൽ പ്രഥമ ഉപനിഷത്ത് സ്ഥാനം അലങ്കരിക്കുന്ന ഈശാവാസ്യോപനിഷത്ത്. ഉപനിഷത്തിന് പേര് നൽകുന്നത് ചിലപ്പോഴൊക്കെ ആദ്യ പദം പരിഗണിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോഴൊക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ പ്രമേയത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ പരിഗണിച്ച് പേര് കൊടുക്കാറുണ്ട്. ഈശാവാസ്യോപനിഷത്തിന് പേര് കൊടുത്തിരിക്കുന്നത് പ്രഥമ മന്ത്രത്തിലെ പ്രഥമ പദപ്രയോഗവുമായി ബന്ധപ്പെടുത്തിയാണ്. ഈശാവാസ്യോപനിഷത്ത്. ഇതിൽ 18 മന്ത്രങ്ങളേ ഉള്ളൂ. 10 ഉപനിഷത്തുകളെ പരിശോധിക്കുമ്പോൾ
ഏറ്റവും ചെറിയ ഉപനിഷത്ത് മാണ്ഡൂക്യോപനിഷത്താണ്. 12 മന്ത്രം മാത്രമേ അതിലുള്ളൂ. അടുത്ത സ്ഥാനം ഈശാവാസ്യോപനിഷത്തിനാണ്, 18 മന്ത്രം. ഈ 18 മന്ത്രത്തിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇതിൻ്റെ പ്രമേയം വ്യക്തമാക്കി ആചാര്യസ്വാമികൾ വളരെ വിസ്തരിച്ച് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് ഇത് കർമ്മത്തിന് ഉപയോഗിക്കരുത് എന്നാണ്. ഈശാവാസ്യമിത്യാദയ മന്ത്രാഹ കർമ്മസു അവിനിയുക്താഹ. ഈ മന്ത്രവും കൊണ്ടുപോയിട്ട് സൗകര്യേ എന്ന് അഗ്നികുണ്ഡം കൂട്ടി ഓം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹമാകൃത കസ്യ സിദ്ധനം സ്വാഹ എന്ന് ചെയ്യരുത് എന്ന് പറയും. അത്തരം അനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞവർക്ക്, അത്തരം അനുഷ്ഠാനങ്ങളെ കൊണ്ട് നേടേണ്ടുന്ന അന്തഃകരണ ശുദ്ധിയെ നേടി വിവേക വൈരാഗ്യാദികളൊക്കെ ഉറച്ച ശിഷ്യന്മാരെ അനുഗ്രഹിക്കാനായിട്ടാണ് ഏകവും പാപരഹിതവും ശുദ്ധവും സർവവ്യാപിയും സർവാതീതവും സപര്യകാശുക്രം അകായം അവ്രണം അസ്നാവിരം അപാപവിദ്ധം അങ്ങനെയൊക്കെയുള്ള ആത്മയാഥാത്മ്യത്തെ പ്രതിപാദിക്കുന്നത്. ഈ ആത്മയാഥാത്മ്യത്തെ പ്രതിപാദിക്കുന്ന ഉപനിഷത്ത് കേട്ടിട്ട് ഇനി എന്ത് ചെയ്യണം ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല. കേട്ടില്ലേ? ഇനി എന്ത് നേടണമെന്ന് ചോദിച്ചാലോ ആപ്യമല്ലാത്ത, സംസ്കാര്യമല്ലാത്ത, വികാര്യമല്ലാത്ത, ഉത്പാദ്യമല്ലാത്ത ആത്മതത്വത്തെക്കുറിച്ച് കേട്ടിട്ട് ഒന്നും ചെയ്യാനില്ല. ഇത് ഉത്പാദ്യമല്ല, വിത്ത് മുളപ്പിച്ചെടുക്കുന്നത് പോലെ ആത്മാവിനെ മുളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇത് വികാര്യമല്ല, പാലിനെ തൈരാക്കി വികാരപ്പെടുത്തി എടുക്കും പോലെ ഇവിടെ ഒരു പ്രോസസ്സുമില്ല. ആത്മവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് സംസ്കാര്യമല്ല. സ്വർണ്ണമൊക്കെ അതിൻ്റെ അയിരിൽ നിന്നെടുത്ത് കൊണ്ടുവന്ന് ശുദ്ധമാക്കി സംസ്കരിച്ചെടുക്കേണ്ടേ ആവശ്യമില്ല. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പ്രാപിക്കേണ്ടതാണോ? പ്രാപിക്കേണ്ടതുമല്ല. ചിലയിടത്തൊക്കെ പറയും ഗതി, കേട്ടില്ലേ? അതാണ് ആത്മാവിലേക്കുള്ള പാത, ആത്മാവിലേക്ക് ചെയ്യേണ്ടുന്ന യാത്ര എന്നൊക്കെ. ഈ വിഷയത്തിൽ ശങ്കരാചാര്യർ അർത്ഥം പറഞ്ഞു തരും. ഗതിരിതി ഉപചര്യത്തെ, അവഗതിരേവ ഗതിരിതി ഉപചര്യത്തെ. അവഗതി, അറിവ് നേടുക എന്നത് തന്നെയാണ് ഗതി എന്ന് ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്, ഉപചാരപൂർവം പറഞ്ഞതാണ് എന്ന്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്ന ശാരീരികമായ അഭിമാനത്തോടെ ഇരിക്കലല്ല, അത് നിഷ്ക്രിയതയാണ്. ശരീരാദികളൊക്കെ അതിൻ്റെ സ്വാഭാവികതയിൽ വ്യാപരിച്ചോട്ടെ, വർത്തിച്ചു കൊള്ളട്ടെ. അപ്പോഴും ഇതിനൊക്കെ സാക്ഷിയായി, അധ്യക്ഷനായി ഞാനിരിക്കുന്നു എന്ന ബോധ്യം. അത് സമുദ്ര ജലത്തിലെ ജയകുമാർ സാർ പറയായിരുന്നല്ലോ, തിരമാലയിലെ സമുദ്രം, അതാണ് പറഞ്ഞു പരിചയം. അദ്ദേഹം മറ്റൊരു പ്രകാരത്തിൽ പറയേണ്ടത് ആട്ടെ. തിരമാലയിലെ സമുദ്രമാണ് ഞാനെന്ന അവബോധത്തിൻ്റെ സ്വാസ്ഥ്യമാണത്. ഈ സ്വാസ്ഥ്യം നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അധികാരമുണ്ട്. ഈ ഈശാവാസ്യോപനിഷത്തിൻ്റെ അതിഗംഭീരമായ പ്രമേയത്തെ തന്നെ ശാന്തി മന്ത്രത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശാന്തി മന്ത്രത്തെ വളരെ വിസ്തരിച്ചൊക്കെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കും. ലളിതമായിട്ട് വലിയ വീട്ടിലെ വേലക്കാരൻ വീട്ടിൽ വന്നാൽ വലിയ വീട്ടിന് നമ്മൾ നൽകുന്ന ആദരവൊക്കെ വേലക്കാരന് നൽകില്ലേ? ശരിയല്ലേ? രാമൻകുട്ടി ഇങ്ങോട്ട് കടന്നിരിക്കുക, ആ വേലക്കാരനെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു എന്ന് വിചാരിക്കുക. അടുത്ത ദിവസം രാമൻകുട്ടി വന്നാൽ, ഓ രാമൻകുട്ടി ഇപ്പം താൻ അവിടുന്ന് പോകുന്നില്ലേ എന്നാവും പ്രതികരണം.
ഇതുപോലെ അത് പൂർണ്ണം, പൂർണ്ണം ഇൻ ഓൾ സെൻസ്. അത് പൂർണ്ണം എന്നുള്ളത് ദേശ, കാല, വസ്തു, ഈ പരിഗണനകളൊക്കെ വെച്ച് പറയും അത് പൂർണ്ണം. അതിൽ നിന്ന് വന്നതാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഇതെങ്ങനെ പൂർണ്ണമല്ലാതിരിക്കും? സോ വി ഹാവ് ടു റെസ്പെക്റ്റ്. ഇങ്ങനെയാണ് ലോകം ഈശ്വരമയം എന്ന ആരാധനാഭാവത്തോടുകൂടി ഭക്തി പുലർത്തി വർത്തിക്കൂ എന്നൊക്കെ ആഹ്വാനം. ഇത് പൂർണ്ണം. ആ പൂർണ്ണത്തിൽ നിന്നാണ് ഈ പൂർണ്ണം സംഭവിച്ചത്. അയ്യോ എന്ത് പറ്റി? അല്ല, ഞാൻ ആ പൂർണ്ണത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കുകയാണ്. എന്താ പ്രശ്നം? പൂർണ്ണമേവ അവശിഷ്യതേ. ആ പൂർണ്ണത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അത് പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും, സംഭവിക്കും എന്ന് ചോദിക്കുക. അതിന് ആചാര്യ ഭഗവത്പാദർ വ്യക്തമായിട്ട് ഉത്തരം പറയും. വിവർത്ത രൂപത്തിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. എന്താ വിവർത്തം എന്ന് പറഞ്ഞാൽ? സ്വന്തം സ്വരൂപത്തെ വെടിയാതെ മറ്റൊന്നായി പ്രകാശിതമാവുക. മരുഭൂമി അതിൻ്റെ തനിമ വെടിയാതെ വെള്ളമുള്ളതായിട്ട് പ്രകാശിതമാവുന്നു. മനസ്സിലാവുന്നില്ലേ? ഇതാണ് വിവർത്തമാറ്റം. ഇപ്പം ശുദ്ധ ചൈതന്യം അഥവാ ഈശ്വരൻ, ഈശ്വരൻ എന്ന പ്രയോഗത്തിനൊരു പരിമിതിയുണ്ട്. അത് കണ്ടീഷണലാണ്. ഭരിക്കാൻ എന്തെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടെങ്കിലല്ലേ ഈശ്വരനുള്ളൂ എന്നുള്ള പരിമിതിയുണ്ട്. പക്ഷേ ആബ്സല്യൂട്ടിനെ സൂചിപ്പിക്കാൻ പ്രയാസമായതുകൊണ്ട് ഈശ്വരൻ അല്ലെങ്കിൽ അക്ഷരം എന്ന പദം കൊണ്ടൊക്കെ പറയും. അതാണ് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്. അത് സ്വയം മാറാതെ എല്ലാമായിട്ട് പരിലസിച്ചിരിക്കുന്നു. ഈ ശാസ്ത്ര സത്യത്തെയാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ, ശാന്തി മന്ത്രത്തിന് ശേഷം പ്രകാശിപ്പിക്കുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഒരു ശാന്തി മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു ഉപനിഷത്തിൻ്റെ അവസാനം ആചാര്യ ഭഗവത്പാദർ പറയും, ഇത് കഴിഞ്ഞു പോയാലും ശാന്തി കോട്ടം തട്ടാതെ നിലനിൽക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇത് ചൊല്ലുന്നത്, ശാന്തി മന്ത്രം ചൊല്ലുന്നത്. ശാന്തിയാണ് ലക്ഷ്യം എന്ന് പറയും. തുറന്നാരംഭിക്കുന്നു ഒന്നാമത്തെ മന്ത്രം. ഇതിൽ 8 ചിന്താ തരംഗങ്ങൾ, വിചാര തരംഗങ്ങളുണ്ട്. അതിലൊന്നാമത്തെ തരംഗം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീധാഃ മാ ഗൃധഃ കസ്യ സിദ്ധനം. എല്ലാം ഈശ്വരനാൽ വ്യാപിച്ചിരിക്കുന്നു. എങ്ങനെ? അഭിന്ന നിമിത്ത ഉപാദാന കാരണമായിട്ട്. നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് കോസ്, സൃഷ്ടിക്കാനുള്ള കഴിവ്, സൃഷ്ടിക്കാനുള്ള കരുത്ത്, സൃഷ്ടിയിൽ നിന്നും വേറിട്ട് നിൽക്കാനുള്ള വൈഭവം, ഇതുള്ളതാണ് നിമിത്ത കാരണം. ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ ഓൾ പെർവേഡിങ് ട്രൂത്ത്, സൃഷ്ടിയിലുടനീളം വ്യാപിച്ചിരിക്കുന്ന കാരണം. മൺകുടത്തെ സംബന്ധിച്ച് മണ്ണ് ഉപാദാന കാരണം, കുലാലൻ അഥവാ കുശവൻ അഥവാ മൺകുട നിർമ്മാതാവ് നിമിത്ത കാരണം. പക്ഷെ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം 2 കാരണമില്ല, മുഖ്യമായ 2 കാരണങ്ങളില്ല. വേറെ കാരണങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും ശാസ്ത്ര ചർച്ചയുണ്ട്. ഏതായാലും മുഖ്യം 2 കാരണമാണ്. ഈ 2 കാരണം 2ആയി പിരിഞ്ഞിരിക്കുന്നില്ല, അദ്വൈതം. അതുകൊണ്ട് അഭിന്ന നിമിത്ത ഉപാദാന കാരണം. നിമിത്ത കാരണവും ഉപാദാന കാരണവും അഭിന്നമാണ്, അദ്വൈതമാണ്. അതെങ്ങനെ സാധിക്കും? വിവർത്ത രൂപേണ. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത്. ഈ ജഗത്തിൽ ചലിക്കുന്ന ഏവ ചിലവയുണ്ടോ അതൊക്കെ തന്നെ തത്വത്താൽ വ്യാപ്തമായിരിക്കുന്നു, ആധാരമായിരിക്കുന്നു. തത്വമാണ് ആധാരം. ഈശാവാസ്യം ഇതം സർവം. അതെന്താണ് എന്നുള്ള ചോദ്യത്തിന് ഈ കാലത്ത് ഉത്തരം പറയാൻ വളരെ എളുപ്പം. കേട്ടില്ലേ? 21-ാം നൂറ്റാണ്ടിൻ്റെ സുപ്രഭാതത്തിൽ ശ്രീമദ് രംഗനാഥാനന്ദ സ്വാമികളുടെ ഒരു ക്രോണോളോജിക്കൽ ഒബ്സർവേഷൻ ഉണ്ട്. തർക്കശാസ്ത്രത്തിൻ്റെ വന്ധ്യതയിൽ നിന്നും ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വികസ്വരമാനങ്ങളിൽ എത്തി നിൽക്കുകയാണ് ശാസ്ത്രം. അപ്പം ആദ്യം തത്വശാസ്ത്രത്തിൻ്റെ വന്ധ്യതയായിരുന്നു.
അതിങ്ങനെ വാദിക്കുക ചെയ്യും. പിന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ കണ്ടെത്തലും സ്ഥാപിക്കലുമൊക്കെയായി. അത് വന്ന് ന്യൂട്ടോണിയൻ ഫിസിക്സ് അതിനൊരു ഇടനാഴി, അതായത് ടൈമും സ്പേസും ഒക്കെ ഒരു മാനകമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പൊളിഞ്ഞു. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് മാക്സ് പ്ലാങ്ക് 1900 ഇത് അവതരിപ്പിച്ചതോടുകൂടി പിന്നെ ഐൻസ്റ്റൈൻ വന്നു, ഒക്കെ കൂടി തകിടം മറിഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഒരു ലളിതമായ സത്യം നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്, മാറ്റർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി എനർജിയാണ്. ആ എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ശാസ്ത്രബോധ്യം. പക്ഷേ എനർജി ഇനേർട്ടാണല്ലോ എന്നാണ് നമ്മുടെ ആചാര്യന്മാർ ആലോചിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ പിറകിൽ ഒരു ചൈതന്യത്തെ അവർ തിരിച്ചറിഞ്ഞത്, ബോധിച്ചത്, അനുഭവിച്ചത്. ആ ചൈതന്യം തന്നെയാണ് എപ്രകാരമാണോ കാർബൺ ആറ്റം യാതൊരു വ്യത്യാസവും കൂടാതെ ഒരേ സമയത്ത് വജ്രമായിരിക്കുന്നതും കൽക്കരിയായിരിക്കുന്നതും, രണ്ട് അറ്റം, ഒരേ കാർബൺ ആറ്റം, അതിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം കൊണ്ട് രണ്ടായിരിക്കുന്നു. ഈ പ്രകാരം പിരിഞ്ഞിരിക്കുന്നത്. അതുപോലെ ചൈതന്യം, പ്യുവർ കോൺഷ്യസ്നസ്, ബ്ലിസ്, അതാണ് അതിൻ്റെ മറ്റൊരു പ്രകൃതം. ചൈതന്യം എന്ന് പറയുന്നത് ബ്ലിസ് തന്നെയാണ്, ബോധമാണ്, സത്തയാണ്, ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് എന്നുള്ള തത്വം സ്വയം മാറാതെ എല്ലാമായിരിക്കുന്നു. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത് തേന. വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു അറിവോടുകൂടി നമ്മൾ എങ്ങനെ ജീവിക്കണം? തെക്തേന ഭുഞ്ചീത, ത്യജിക്കണം. ത്യജിക്കണം എന്ന് പറഞ്ഞാൽ താതാത്മ്യ ബുദ്ധിയെ, അഭിമാനങ്ങളെ ഒക്കെ ത്യജിക്കണം. മാനം എന്ന് പറഞ്ഞാൽ ഓരോരോ തെറ്റായ അടയാളങ്ങൾ വെച്ചിരിക്കുന്നു, തെറ്റായ അളവുകൾ വെച്ചിരിക്കുന്നു, അതൊക്കെ ത്യജിക്കണം. തേന തെക്തേന ഭുഞ്ചീത ആത്മാനം പാലയേധ, ആത്മാവിനെ രക്ഷിക്കണം സംസാര സാഗരത്തിൽ നിന്ന്. ഈ അറിവ് നേടുന്നതോടുകൂടി പിന്നെ രക്ഷിക്കാൻ വേറെ പരിശ്രമത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ചോദിക്കുന്നു, പിന്നെ പറയുന്നു, മാ ഗൃഹ കസ്യസിദ്ധനം, ഒരാളുടെയും ധനം കൊതിക്കാതിരിക്കൂ. അഥവാ കസ്യസിദ്ധനം, ഈ ധനമൊക്കെ ആരുടേതാണ്? മുമ്പേ പറഞ്ഞുല്ലോ, ആരുടേതാ? ഈശാവാസ്യതമിതം സർവം. നിത്യചൈതന്യയതി എന്ന ആചാര്യനോട് ലളിതമായ ചോദ്യം ചോദിക്കുന്ന ഇതാണ്: ഒരു മിഠായി കഴിക്കണ സമയത്ത് ഇതെൻ്റെ മിഠായി ആണ് എന്ന് പറഞ്ഞാലേ മധുരം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിലും ആസ്വദിക്കാൻ പറ്റില്ലേ? എന്തിന് നമ്മൾ ആകാശത്തിന് അതിർവരമ്പ് കെട്ടാത്ത നാം, വെള്ളത്തിന് അതിർവരമ്പ് കെട്ടാത്ത നാം, വായുവിന് അതിർവരമ്പ് കെട്ടാൻ സാധിക്കാത്ത നിസ്സഹായരായ നാം എന്തിന് പലതും എൻ്റേതെന്ന് അഭിമാനിക്കുന്നു? ഈ അഭിമാനിക്കവേ തന്നെ ഇതിങ്ങനെ പരിണമിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്കിനെ അനുവദിച്ച് സാക്ഷിയായിരിക്കുന്നതിലെ സ്വാതന്ത്ര്യവും സന്തോഷവും നുകരൂ. മിഥ്യാഭിമാനങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളെ കഷ്ടപ്പെടുത്താതിരിക്കൂ. ആ സെമന്തകമണി കൊണ്ട് നടന്ന അത്രയും കാലം എന്തൊക്കെ ദ്രോഹങ്ങളായി, അതുകൊണ്ട് സമർപ്പിച്ചൂടേന്ന് ചോദിക്കുക. സെമന്തകമണി ഇതൊക്കെ തന്നെ, ഈ മിഥ്യാഭിമാനങ്ങളൊക്കെയാണ്. തേന തെക്തേന ഭുഞ്ചീത മാ ഗൃഹ കസ്യസിത് ധനം. ഇതൊന്നും അത്ര അങ്ങോട്ട് മനസ്സിലായില്ല എന്നാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ഇത് കാമിച്ചുകൊണ്ട്, ഇത് മാത്രം കാമിച്ചുകൊണ്ട് സ്വധർമാനുഷ്ഠാനത്തിൻ്റെ പാതയിലൂടെ ചരിക്കൂ. ആചാര്യ ഭഗവത്പാദർ പറയും, വേദങ്ങളിൽ 2 ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു: നിവൃത്തിധർമ്മം, പ്രവൃത്തിധർമ്മം. ധർമ്മത്തിൻ്റെ നിർവചനം പറയുന്നിടത്തും ധ്വനിയുണ്ട്. എന്താ ധർമ്മത്തിൻ്റെ നിർവചനം? പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതു. പ്രാണികൾക്ക് അഭ്യുദയത്തെ, അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഭൗതിക സമൃദ്ധി, നിശ്രേയസ മോക്ഷം, ഇത് പ്രദാനം ചെയ്യുന്നതാകുന്നു ധർമ്മം. അതിൻ്റെ നിശ്രേയസ പക്ഷം പ്രമാണിച്ചാണ് 1ാമത്തെ മന്ത്രം. ഇനിയോ, നിങ്ങൾ അഭിവൃദ്ധിക്ക് വേണ്ടിയൊക്കെ ഉത്സാഹിക്കും, പക്ഷേ അതുകൊണ്ട് സുഖം കിട്ടുമെന്ന് ഒരിക്കലും ധരിക്കരുത്. കർമ്മയോഗത്തിൻ്റെ മർമ്മപാഠം സംഭവിച്ച സദ്ഗുരു ബോധാനന്ദ സ്വാമിജി പറഞ്ഞു തരാറുള്ളത് ഇങ്ങനെയാണ്: എന്തും ഉത്സാഹിക്കാം, പരിശ്രമിക്കാം, ഭൂത്യൈന പ്രമദിതവ്യം. വേദം ഒരിക്കലും ഭൗതിക സമൃദ്ധിക്ക് എതിരല്ല, പക്ഷേ അതിൽ നിന്ന് സുഖം കിട്ടുമെന്ന് വിചാരിക്കരുത്. സാമർഥ്യമില്ല തരാൻ, അഥവാ അതുവഴി കിട്ടുന്നുണ്ടെങ്കിലും അത് ആത്മാനന്ദത്തെ തന്നെയാണ് നാം പരോക്ഷമായിട്ട് നുകരുന്നത്. അപ്പോൾ പിന്നെ അത് നേരിട്ടായിക്കൂടെ എന്നാണ് ചോദ്യം. കുറുവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമ
ഏവം ത്വയിനാന്യധേത്തോസ്തി ന കർമ്മ ലിപ്യത്തെ നരേ, രണ്ടാമത്തെ മന്ത്രം. അപ്പോൾ ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ നിവൃത്തി മാർഗത്തെ അനുസരിക്കാൻ പ്രയാസമാണെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ട്, സ്വധർമ്മം ചെയ്തുകൊണ്ട്, വർണ്ണാശ്രമ പ്രകാരമുള്ള വന്നു ചേർന്ന ദൗത്യങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് വർത്തിക്കൂ. ഇങ്ങനെ നിത്യനൈമിത്തിക കർമ്മങ്ങളും പ്രായശ്ചിത്ത കർമ്മങ്ങളും ഒക്കെ ചെയ്ത് വർദ്ധിക്കാം. ഫലത്തെ കൊതിക്കരുത്. കാരണം ഫലത്തെ കൊതിച്ചാൽ അതിൽ നിങ്ങൾ കുരുങ്ങിപ്പോവും. അതല്ലല്ലോ വേണ്ടത് എന്ന് ഇടയ്ക്കിടയ്ക്ക് സ്വയം പറഞ്ഞ് ഉറപ്പിക്കുക. പിന്നെയോ, ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ്, നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും ഭദ്രതയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം ഈ ഒരു പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നവർക്ക് ഇത് കഴിഞ്ഞാൽ ഇപ്പം എന്താ കിട്ടുക? ഒന്നും കിട്ടാനില്ല, കേട്ടില്ലേ? അവർക്ക് നമ്മൾ ശമ്പളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടിപ്പോ ഒന്നും കൊടുക്കുന്നില്ല. അവർ കയ്യെന്നിട്ടിട്ടായിരിക്കും പലതും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ചെയ്യുന്നതിലൊരു സന്തോഷം. എന്താ കാരണം? ഈ സനാതനധർമ്മം നിലനിൽക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ചില ബോധ്യങ്ങളില്ലേ? ഇതുപോലെ സർവേശ്വരൻ എല്ലാം ഭംഗിയായി പരിരക്ഷിച്ചുകൊണ്ട് പരിലസിക്കുന്നു. ആ പ്രഭുവിനോടുള്ള കൃതജ്ഞതാ പ്രകടനമായിട്ട് ഞാനിതാ എൻ്റെ കർമ്മം നിവേദിക്കുന്നു. കുറുവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ. 100 വർഷക്കാലം ജീവിക്കാൻ ആഗ്രഹിക്കണം. ചത്താ മതിയായിരുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് ഉപനിഷത്ത് അലക്ഷ്യമാണ് എന്ന് പറയുക. 100 വർഷക്കാലം ജീവിക്കാൻ ആഗ്രഹിച്ചാലും ഏവം ത്വയി നാന്യധേതോസ്തി ന കർമ്മ ലിപ്യത്തെ നരേ, ഈ പ്രകാരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കർമ്മം നിങ്ങളിൽ ലേപനത്തെ സമ്മാനിക്കില്ല. ബ്രഹ്മണ്യാധായ കർമാണി സംഘം തെക്വാ കരോതി യഃ ലിപ്യത്തെ ന സ പാപേന. പത്മപത്രമിവാംഹസ, വെള്ളത്തിലെ താമര ഇല പോലെ നിങ്ങൾ ജലത്തിലാൽ ലേപിതമാവാതെ പരിലസിക്കുന്നില്ലേ? അതുപോലെ നമുക്ക് വർത്തിക്കാൻ സാധിക്കും. തുടർന്ന് ശ്രീമദ് ഭാഗവതത്തിലൊരു ചോദ്യമുണ്ട്. നിമി ചക്രവർത്തി ചോദിക്കുകയാണ്, ഈ പാതയൊന്നും അനുസരിക്കാത്തവരുടെ ഗതി എന്താവും? അധോ ഗതി. അസുര്യാനാമതേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ച ആത്മഹനോ ജനാഃ. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മ അവഗണനയാണെന്നാണ് ഈ മന്ത്രം നൽകുന്ന ഒരു ധ്വനി. മനസ്സിലായില്ലേ? അവനവനിലെ സച്ചിദാനന്ദ സ്വരൂപിയെ അവഗണിച്ചുകൊണ്ട് ശരീരാദികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് ഞാനാണെന്ന് കരുതി ജീവിക്കുന്നതാണ് ആത്മഹത്യ, മഹാപാപം. സച്ചിദാനന്ദ സ്വരൂപിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആനന്ദമായിട്ടിരിക്കാമെങ്കിൽ, ശരീരാദികളെ ലോക കല്യാണത്തിന് വേണ്ടി നിയോഗിക്കാമെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്യുന്നു, നിങ്ങൾ ധന്യാത്മാവായി. മനസ്സിലായില്ലേ? അപ്പം തെറ്റിദ്ധാരണയോടുകൂടി ഇവിടെ കർമ്മം ചെയ്ത് ജീവിക്കുന്ന ഭോഗികളെ കുറിച്ച് എന്താ അഭിപ്രായം? ആസുരം എന്നൊരു ലോകമുണ്ട് എന്ന് പറയുക. ആത്മസൂര്യൻ്റെ അനുഗ്രഹ പ്രകാശവും ആനന്ദവും നുകരാൻ സാധിക്കാത്ത ലോകം. അസൂര്യാനാമത്തെ ലോക അന്ധേന തമസാവൃത. അവിടുത്തെ അന്ധത്വം എന്ന് പറയുന്നത്, കണ്ണു കാണായ്മ എന്ന് പറയുന്നത്, ഈ ആനന്ദവും സ്വാതന്ത്ര്യവും ഒക്കെ എന്നേക്കുമായിട്ട് നമുക്ക് അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നില്ലേ? എത്ര ജീവിതങ്ങളാണ് സകല സമ്പദ് സമൃദ്ധിയുടെ നിറവിൽ. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, ദേ ആർ കംഫർട്ടബിളി മിസറബിൾ. ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തതിൻ്റെ കുറവുണ്ട്. ഇതാണെങ്കിലോ കംഫർട്ടബിളി ബട്ട് അലാഹാസ് മിസറബിൾ. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഒരു ഭക്തനെ കാണാൻ പോയി ഹോസ്പിറ്റലിൽ. വലിയ ധനികനാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഈ ചാക്കൊക്കെ കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു കിടപ്പൊക്കെ ഇല്ലേ, ആ അവസ്ഥയിലാണ്. അപ്പോൾ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി അടുത്ത് ചെന്ന സമയത്ത് കൂടെ നിൽക്കുന്നവരോടൊക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഈ രോഗി ആവശ്യപ്പെട്ടു. പ്രൈവറ്റായിട്ട് എന്തോ പറയാനുണ്ട്. ഗുരുദേവ് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അപ്പം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, നരകത്തിൽ പോവുമോ? അപ്പോൾ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു, ഇല്ല, ഇപ്പത്തിലും വലിയ നരകപ്പേത ഏതാ പോകാനുള്ളത്, കംഫർട്ടബിളി മിശ്രം. അസൂര്യാനാമതേ ലോക നമുക്ക് നാമേ പണിവത് നാക്കം നരകവും അതുപോലെ.
അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ച ആത്മഹനോജന. ആത്മാവിനെ അവഗണിക്കുന്ന, ആത്മഹനനം ചെയ്തവർക്കുള്ള ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ പ്രീതി ലക്ഷ്യമാക്കി മാത്രം ജീവിക്കുന്ന അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ദുരവസ്ഥയെ മൂന്നാമത്തെ മന്ത്രത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ 3 തരംഗം കഴിഞ്ഞു. 4ാമത്തെ തരംഗം 2 മന്ത്രങ്ങളിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. അത് ആത്മാവിൻ്റെ പ്രകൃതമെന്ത് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനർജി, അതിനും അപ്പുറത്ത് കോൺഷ്യസ്നെസ്. ആ കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ നമ്മൾ വിശദീകരിക്കും? ഗംഭീര വിശദീകരണമാണ് ഇവിടെ. മനസ്സിനെ നിശബ്ദമാക്കാൻ, ഫങ്ഷണൽ അല്ലാതാക്കാൻ 2 എക്സ്ട്രീംസിനെ ഒരേ സമയത്ത് സൂചിപ്പിക്കുന്നു. സ്ഥിതിഗതി എന്നൊക്കെ പറയുന്നത് പോലെ മനസ്സ് ഫങ്ഷൻ ചെയ്യാതെ സ്വസ്ഥമാവുമ്പോൾ, മനസ്സ് സ്വസ്ഥമായി കഴിഞ്ഞാൽ ആത്മപ്രകാശമായി. തദേ അനേചതേകം മനസോ ജവീയഃ നൈനദ്ദേവാ ആപ്നുവത് പൂർവമർഷത് തദ്ധാവതോന്യാനത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശ്വാദതാദധാതി തദേചതി തന്നൈചതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ. 2 മന്ത്രങ്ങളിലൂടെ ആത്മാവിനെ കുറിച്ച് പറയണു. അത് ഇളകാത്തതാണ്, എന്നാൽ മൈൻഡ് യു മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. ഇളകാതെ മനസ്സിനേക്കാൾ വേഗത. നൈനദേവാപ്നുവത് പൂർവമർഷത്. മുമ്പേ പോയ അതിനെ ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രാപിക്കാനേ സാധിച്ചിട്ടില്ല. തദ്ധാവതഹാന്യാനത്യേതി തിഷ്ഠത്. കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നു. കർമ്മേന്ദ്രിയങ്ങൾ ഇതിനെ പ്രാപിക്കാൻ കഴിയാതെ, എന്നാൽ അത് തിഷ്ഠത് നിന്നുകൊണ്ടാണ് എല്ലാറ്റിനെയും അതിക്രമിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ ഇതിനെ പ്രാപിക്കുന്നില്ല. തസ്മിന് അതിൽ വർദ്ധിച്ചുകൊണ്ടാണ് സൂത്രാത്മ സകല പ്രാണികൾക്കും പ്രവൃത്തിധർമ്മങ്ങളെ വിഭജിച്ച് നൽകിയത്. ഈ മെറ്റീരിയൽ വേൾഡിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ധർമ്മ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ സൂത്രാത്മാവാണ് വിധിച്ചിട്ടുള്ളത്. അത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. തദേചതി തന്നൈചതി. അതിളകുന്നു, ഇളകുന്നില്ല. ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കും, എങ്ങനെ അതിപ്പോൾ ഇളകാതെ ഒരേ സമയത്ത്? ഉത്തരം, സ്വാഭാവികമായിട്ട് ഇളകുന്നു. ഇപ്പോൾ ഫാനിൻ്റെ കറക്കത്തെ പ്രമാണിച്ച് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് നമ്മൾ വിശേഷിപ്പിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയും? അത് കറങ്ങുന്നു. പക്ഷേ ഇൻ ഇലക്ട്രിസിറ്റി നോ കറക്കം. മനസ്സിലായില്ലേ? നിരുപാധിക തലത്തിൽ തന്നൈചതി. തദ്ദൂരേ, അത് വളരെ അകലെയാണ്. നക്ഷത്ര കോടികളെയൊക്കെ പ്രകാശിപ്പിക്കുന്നതാണ്. നക്ഷത്ര കോടികളിലെ സത്തയായിട്ട് പരിലസിക്കുന്നതാണ്. തതു അന്തികേ, ഇന്ദ്രിയങ്ങൾക്ക് പിറകിൽ സാന്നിധ്യം പുലർത്തി അനുഗ്രഹിക്കുന്നതാണ്. തതു അന്തികേ. ശങ്കരാചാര്യർ പക്ഷെ പറയുന്നത് അവിദുഷാം ജന്മകോടി ശതൈരപി അപ്രാപ്യത്വാത് തദ്ദൂരേ വിദുഷാം ആത്മത്വാത് തദന്തികേ എന്നാണ്. അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം എത്ര കോടി ജന്മമെടുത്താലും പ്രാപിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തദ്ദൂരേ. ജ്ഞാനികൾക്ക് ആത്മസ്വരൂപമായതുകൊണ്ട് തത് അന്തികേ. തത് അന്തരസ്യ സർവസ്യ ബാഹ്യതഃ. അതകത്തും പുറത്തും ഒരുപോലെ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക. തുടർന്ന് 3 മന്ത്രങ്ങളിലായിട്ട് 5ാം ചിന്താ തരംഗം. ഈ തത്വം മനസ്സിലാക്കിയവർ എങ്ങനെ വർത്തിക്കും? യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിചുഗുപ്സതേ. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂദ്വിജാനതഃ തത്ര കോ മോഹഃ ശോകഃ ഏകത്വമനുപശ്യതഃ സപര്യഗാച്ഛുക്രമഗായമവ്രണമസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷീ പരിഭൂ സ്വയംഭൂ യാഥാതത്യഥോർത്ഥാൻ വ്യദധാത് ശാശ്വതീഭ്യഃ സമാഭ്യഃ. ഇത് മനസ്സിലാക്കിയവർ ഈ ആത്മതത്വത്തെ പല പ്രകാരത്തിൽ 8ാമത്തെ മന്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് എല്ലായിടത്തുമുണ്ട്. ഇതൊക്കെ
ആ സ്വയം മാറാതെ മാറിത്തീർന്ന വിവർത്ത മാറ്റത്തെ പരിഗണിച്ച് വിചിന്തനം ചെയ്യേണ്ടതാണ്. ഏതായാലും ഒരിക്കൽ സകല ഭൂതജാലങ്ങളും എന്നിലാണെന്നും ഞാൻ എല്ലാ ഭൂതജാലങ്ങളിലും സകല തിരമാലകളിലും ഞാനാണെന്ന് സമുദ്രം മനസ്സിലാക്കുന്നത് പോലെ എല്ലാ തിരമാലകളും എന്നിലാണെന്ന് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ദുഃഖമില്ല, മോഹമില്ല, ആരെയും വെറുക്കുന്നില്ല, ആരിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുമില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം 8 മുതൽ 14 വരെയുള്ള മന്ത്രങ്ങളിൽ വളരെ വിചിത്രമായ ഒരു സംഗതി അവതരിപ്പിക്കുകയാണ്. അവിദ്യയെ ഉപാസിക്കുന്നവർ കൂരിരുട്ടിൽ ചെല്ലും, വിദ്യയെ ഉപാസിക്കുന്നവർ അതിനേക്കാൾ കൂരിരുട്ടിൽ ചെല്ലും. ആചാര്യസ്വാമികളുടെ ഒരു വ്യാഖ്യാനം ഒരു വിധമുണ്ട്, മറ്റാചാര്യന്മാർ വേറൊരു പ്രകാരത്തിലും വ്യാഖ്യാനിക്കും. ഏതായാലും ലളിതമായിട്ട് ഈ മന്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം ഇതാണ്: അറിവ് ശരിയായ നിലയിൽ ബോധ്യമാവണമെങ്കിൽ ശുദ്ധിയും ഏകാഗ്രതയും ഒക്കെ ആർജിച്ചു വേണം അത് നേടാൻ. അതുകൊണ്ട് കർമ്മയോഗത്തിൻ്റെ പാതയും ഈശ്വര ഭക്തിയുടെ രീതിയും ഒക്കെ അവലംബിക്കേണ്ടതുണ്ട്. ഇത് വേണ്ട പ്രകാരം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മഹാകൂരിരുട്ടിൽ ചെന്നുപെടുന്ന അവസ്ഥയാവും. ഇവിടെയാണ് വിചാരസുധ പോലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് വെളിച്ചം പകർന്നു തരുന്നത്. അന്ധം തമപ്രവിശന്തി യേ വിദ്യാമുപാസത്തെ തതോ ഭൂയ ഇവ തേ തമഃ യൗ വിദ്യായാം രതാഃ അന്യദേവാഹുർവിദ്യയ അന്യദാഹുരവിദ്യയ ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിചക്ഷിരേ വിദ്യാം ച യസ്തദ്വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാമൃതമശ്നുതേ അന്ധന്തമപ്രവിശന്തി യേ സംഭൂതിമുപാസത്തെ തതോ ഭൂയ ഇവ തേ തമഃ യൗ സംഭൂത്യാം രതാഃ അന്യദേവാഹു സംഭവാദന്യദാഹുരസംഭവാത് ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിചക്ഷിരേ സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോ ഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. ശരിയായ വഴി മനസ്സിലാകണമെങ്കിൽ സദ്ഗുരു പരമ്പരയുടെ അനുഗ്രഹം വേണം, ശാസ്ത്ര അനുഗ്രഹം വേണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം അനുഷ്ഠാനങ്ങളെ അനുസരിക്കാൻ. അനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്ത് നേടണമെന്ന് തിരിച്ചറിയണം. ഈ കാര്യങ്ങളൊക്കെ പല പ്രകാരത്തിൽ വിസ്തരിച്ചിരിക്കുകയാണ് ഇവിടെ. വിദ്യോപാസന, അവിദ്യോപാസന, കർമ്മ ഉപാസന, ദേവതാ ഉപാസന, അതുപോലെ തന്നെ വ്യക്ത ഉപാസന, അവ്യക്ത ഉപാസന, ഈ പാഠങ്ങളൊക്കെ വളരെ വിസ്തരിച്ചിരിക്കുന്നു. വിചിന്തനം ചെയ്തു പോയാൽ ഏറെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സാമാന്യമായി ഇത്രയും മനസ്സിലാക്കാം. പിന്നീട് 16 മുതൽ 17, 18 3 മന്ത്രങ്ങളിലായിട്ട് ഗംഭീരമായ പ്രാർത്ഥനയാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണോ സത്യധർമായ ദൃഷ്ടയേ പൂഷന്നേകർഷേയമ സൂര്യപ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹഃ യത്തേ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. അകത്തുനിന്ന് പൂട്ടിയ വാതിലാണ്, അതുകൊണ്ട് മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ അന്തരാർത്ഥമേറെയുണ്ട്. അഹന്തയെ ജയിക്കാൻ പരിശ്രമിക്കുന്ന ആള് തന്നെയാണല്ലോ, ആള് തന്നെ അഹന്തയുടെ ഭാഗമാണല്ലോ. അപ്പം എങ്ങനെ ജയിക്കാൻ പറ്റും? ഗുരു കാരുണ്യം, ഈശ്വര കൃപ തന്നെ വേണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹിരൺമയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം. ഭൗതിക സമൃദ്ധിയുടെ ജാജ്വല്യമാനമാർന്ന സ്വർണ്ണ പാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖം മൂടിയിരിക്കുന്നു. ഹേ സൂര്യദേവ, അതങ്ങ് തുറന്നു തന്നാലും എന്ന പ്രാർത്ഥന. തുടർന്ന് ഈ സൂര്യൻ്റെ മഹത്വത്തെ വിവിധ പദപ്രയോഗങ്ങളെ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, പ്രഭോ അവിടുത്തെ ജാജ്വല്യമാനമാർന്ന രശ്മികളെ ഒന്ന് ഉപസംഹരിക്കൂ. കാരണം എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്താ അത്? എന്നിലെ പുരുഷൻ തന്നെയാണ് തത്വം തന്നെയാണ് അവിടുത്തെ ഉള്ളിലും നാരായണനായിട്ട് പരിലസിക്കുന്നത്. ആ ഒരു താതാത്മ്യമുണ്ടാവാൻ എന്നെ അനുഗ്രഹിച്ചാലും. തുടർന്ന് മരണാസന്നനായ ഒരാൾ എന്താ ചിന്തിക്കേണ്ടത്? വായുരനിലമൃതമധേതം ഭസ്മാന്തം ശരീരം
ഓം ക്രതോ സ്മരകൃതം സ്മരകൃതോ സ്മരകൃതം സ്മര. നാളെ മറ്റന്നാളേക്ക് മരിക്കാറാവുമ്പോൾ ചൊല്ലാമെന്ന് മാറ്റിവെക്കേണ്ട ഒരു മന്ത്രമല്ല. പ്രതിദിനം ശയ്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. വായു, ഈ പ്രാണൻ, അത് സമഷ്ടി പ്രാണനിൽ സൂത്രാത്മാവിൽ വിലയിക്കും. ഒടുവിൽ ശരീരമാകട്ടെ ഭസ്മമാകും. അതുകൊണ്ട് ഹേ മനസ്സേ കൃതം സ്മര. ഇതിന് വിനോബ ഭാവെ എന്ന ആചാര്യൻ ഗംഭീരമായിട്ട് വ്യാഖ്യാനം നൽകിയിരിക്കുന്നു. എന്താ സ്മരിക്കേണ്ടത്? സകല കൊണ്ടാൻ വേണ്ടി തരമൊന്നുമല്ല സ്മരിക്കേണ്ടത്. പിന്നെയോ തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേഹേ. സഞ്ജയൻ ആലോചിച്ചതുപോലെ സഞ്ജയൻ ആ രംഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് രോമഹർഷം വരണു എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്തെ. ഇതുപോലെ ഗുരു അനുഗ്രഹമുണ്ടായ, ഈശ്വരാനുഗ്രഹമുണ്ടായ സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ ഹേ മനസ്സേ ആലോചിക്കൂ. എന്നിട്ട് പ്രഭുവിന് തന്നെ നിവേദിക്കുന്ന ക്രമമുക്തിയെ സംബന്ധിക്കുന്ന പാഠമാണ് എന്ന് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നു. അഗ്നേ നയസ്സുപധാരായേ വിശ്വാനി രായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോധ്യസ്മജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. മുന്നിൽ ചരിക്കുന്ന ഹേ അഗ്നേ, തത്വജ്ഞാനമൊക്കെ നേടിയിട്ടുള്ള അനുഗ്രഹീതൻ, ശുക്ലപക്ഷത്തിൽ പകൽ സമയത്ത് അഗ്നിയൊക്കെ ജ്വലിച്ചിരിക്കുന്ന സമയത്താണ് മരണത്തെ വരിക്കുക. അപ്പം അഗ്നിയുടെ പാതയിലൂടെ പോയി ശ്രേഷ്ഠ ലോകങ്ങളെ പ്രാപിക്കട്ടെ, ഒടുവിൽ തത്വസാക്ഷാത്കാരം നേടട്ടെ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഹേ അഗ്നേ, അങ്ങേക്ക് എൻ്റെ എല്ലാ വേണ്ടാധീനങ്ങളും കയ്യിലിരിപ്പൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയാം. അതൊക്കെ ആ പാപത്തെയൊക്കെ ദഹിപ്പിക്കണമേ. എനിക്കിപ്പോൾ എണീറ്റ് നിന്ന് നമസ്കരിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം ചെയ്യുന്നു. ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. എൻ്റെ നമസ്കാര വചസ്സുകളെ മാത്രം അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപനിഷത്ത് അവസാനിക്കുന്നു.